ഇത് തുറക്കാൻ വേണ്ടിട്ട് കാണുന്നില്ല. എടുത്ത് വെച്ച് നമുക്ക് കയറിയിട്ട് പോയി നോക്കിയാ കുല്ലുണ്ട്, അസ്കറുണ്ട്, അളിയനുണ്ട്, എല്ലാവരും ഉണ്ട് ഇവിടെ. ഹൈഡ്രോളിക് അല്ല, ബ്രഹ്മോന്റെ ഹൈഡ്രോളിക്. അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ പോവാൻ കഴിഞ്ഞിട്ടുള്ളത് എൻ്റെ അളിയന് ദുബൈയിൽ ചെറിയൊരു ഗിഫ്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ യൂട്യൂബിൽ വ്ളോഗ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ ഏകദേശം ഇപ്പോൾ 10K സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് ഇപ്പോൾ. അതുകൊണ്ട് അപ്പോൾ അളിയ പറഞ്ഞു അത് വീഡിയോ എല്ലാം എഡിറ്റ് ആക്കുക, നല്ല പാങ്ങുണ്ട്. പക്ഷെ എന്താ പറയുക, വോയിസ് ക്ലിയർ കേൾക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഒരായിട്ട് ഒരു വയർലെസ് മൈക്ക് അവന് അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ ഫ്രണ്ട് ദുബൈയിൽ ഇപ്പോൾ നാട്ടിലെ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വിളിച്ചിട്ടുണ്ടായിന്, ഇത് സാധനം ഇവിടെ എത്തിയിട്ടുണ്ട്, നീ വന്നിട്ട് ഇവിടുന്ന് എടുക്കാൻ വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരെ പോകുന്നുള്ളത് കൊണ്ട് ചങ്ങാൻ്റെ വീട്ടിലെ വർക്ക്. അപ്പോൾ ചങ്ങാൻ്റെ പോരുള്ളത് പച്ചമ്പെടുത്ത് ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ ഉണ്ടാവും. അങ്ങനെ ഇപ്പോൾ ആടെ പോയിട്ട് ഞാൻ സാധനം കൊണ്ടുവരാൻ പോകുന്ന കാശ്. ഇപ്പോൾ പമ്പിലെ ഫ്യൂൽ അടിക്കാൻ മറ്റാക്കും പണ്ട് ടയറിൽ കാറ്റില്ല. അങ്ങനെ കാറ്റടിക്കാൻ വേണ്ടി നമ്പർ അടിച്ചുകൊണ്ടിരിപ്പോൾ. അപ്പോൾ ഫ്രണ്ട് ടയറിൽ ഫുള്ള് കാറ്റ് കുറവുണ്ട് ഇപ്പോൾ. അപ്പോൾ ഫ്രണ്ടിലേക്ക് കാറ്റ് ഫുൾ ഫില്ലാക്കിയിട്ടായിട്ട് ഇവിടുന്ന് പെട്രോൾ അടിച്ചിട്ട് നേരെ ഞാൻ ഒറ്റയ്ക്ക് പോകാൻ കഴിഞ്ഞ. അപ്പോൾ ആളിയൻ്റെ വണ്ടി ഉണ്ടായിന്. അപ്പോൾ ആളിയനോട് ചോദിച്ചാൽ നിങ്ങൾ പേരുന്ന എന്ത് കഥയായിട്ട്. അപ്പോൾ ആളിയനല്ലേ പോവാന്ന് പറഞ്ഞു. അപ്പോൾ ആളിയൻ ഞാൻ ഒന്നിച്ചിട്ട് അടുക്കനെ പോണിപ്പോൾ. ബാക്കിലത്തെ ടയറിലും കാറ്റ് കുറവുണ്ട്. ഞാൻ ബാക്കിൽ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ബാക്കിൽ ടയറിലും കാറ്റ് കുറവുണ്ട്. അങ്ങനെ ഇപ്പോൾ വണ്ടി ഫ്രണ്ടും ബാക്ക് ആയിക്കൊണ്ടുള്ള അതിന്റെ നിബ് കിട്ടാൻ വേണ്ടിയിട്ട് ബാക്കിൽ 40 കാറ്റിടല് 40 ഇടയില്. പക്ഷെ എന്ത് 20 അങ്ങനെ ബാക്കിലും ഫ്രണ്ടിലും കാറ്റ് ഇപ്പോൾ ഫില്ലായിക്കൊണ്ടുള്ള. ഇപ്പോൾ ഫില്ലാക്കിയിട്ട് നേരെ ആടക്ക് വിടണം. ഇപ്പോൾ കാസർഗോഡ് പുള്ളർ വന്നിട്ട് നമ്മളെ വെയിറ്റ് ആയിക്കൊണ്ട് ഇപ്പോഴത്തെ പോകാൻ വേണ്ടി ഞങ്ങൾ മാംഗ്ലൂർ പോകാൻ വേണ്ടി പ്ലാൻ ആക്കിയിട്ടുണ്ടായിനാ. ആ പ്ലാൻ ആക്കിയിട്ടാകുമ്പോൾ അപ്പനോ വിളിച്ചാ ചങ്ങായി, ഞാൻ ഇപ്പോൾ പൊരലുണ്ട്, നീ പറഞ്ഞിട്ട് ഈ സാധനം എടുത്തോ. അപ്പോൾ ഞാൻ വേറെ എവിടെയെങ്കിലും പോയെങ്കിൽ എനിക്ക് കുറച്ച് ഡിലേ ഇപ്പോൾ സാധനം കിട്ടുമ്പോൾ അല്ലേ. അപ്പോൾ അതിൽ ഓക്കെ നീ എവിടെ പോയിട്ടുണ്ടാകും, നിൽക്ക് പോരില്ലേ. അപ്പോൾ ഞങ്ങൾ വരുന്നതായിട്ട് പ്ലാൻ ആക്കിയിട്ട് ഇപ്പോൾ ഇവിടുന്ന് പോകുന്നത്. ഇപ്പോൾ ഞാൻ സോളോ പോകാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ആളെയല്ലേ ഞാനും വരുന്ന ഒക്കെ പോകാന്ന് പറഞ്ഞു. അപ്പോൾ ബാക്കിൽ സീറ്റ് കൗൾ വെച്ചിട്ടുണ്ടായില്ല. അപ്പോൾ ആ സീറ്റ് കൗൾ എടുത്ത് സീറ്റ് കൗൾ വെച്ചെങ്കിൽ അതിലേക്ക് ഇരിക്കാൻ കഴിയില്ല. അങ്ങനെ സീറ്റ് കൗൾ അയച്ചിട്ട് ഇവിടെ കൊണ്ടിപ്പിച്ചേക്കണം. ഇപ്പോൾ ഇതല്ലെങ്കിൽ ഇവിടെ വെച്ച് പോയെങ്കിൽ ചിലപ്പോൾ മിസ്സായിപ്പോൾ. അങ്ങനെ ഞാൻ ഹാർ ഇടുന്ന ആ സൈഡിലെടുങ്ങും ഇങ്ങനെ ഒണിപ്പിച്ചേക്കാം, ബൈ വന്നിട്ട് കൊണ്ടുപോകാമല്ലോ. അങ്ങനെ എടുത്തിട്ട് മെഷീൻ്റെ ബാക്കിലും എല്ലാം വെച്ച് ആൾക്കായിട്ട് ബൈ വന്നിട്ട് എന്നാലും കൊണ്ടുപോകാലോ. എന്നാലും മോശമില്ല, പരിചയമുള്ള പമ്പ് തന്നെ. അങ്ങനെ ആളിയന് വരുന്ന പറഞ്ഞേ. അപ്പോൾ ബാക്കിൽ സീറ്റ് കൗൾ എടുത്തിട്ട് ആളിയനെ എത്തിക്കാമല്ലോ. ചങ്ങമ്മ നേരത്തെ ഉണ്ട് വിളിക്കുന്ന എവിടെയുള്ള വരുന്നില്ല, എന്ത് കഥ മാംഗ്ലൂർ പോകാൻ ലേറ്റായി വീമ്പോ അല്ലേ. അപ്പോൾ എല്ലാം ഞാൻ അവിടെ നിൽക്കുക, ഞാൻ വരുന്ന ഇപ്പോൾ കണ്ടിട്ട് പോകാൻ വേണ്ടിയിട്ട്. സിറ്റി സെൻറ്റർ ബിൽഡിങ്ങിൽ തങ്ങളെ വീടുണ്ട് അവിടെ. അപ്പോൾ അവിടെ ചായ കുടിക്കാൻ വന്നിട്ടുണ്ട് അവിടെ. അപ്പോൾ കണ്ടിട്ട് പറഞ്ഞിട്ട് തന്നെ പോയിട്ട് ഓർക്കും ബേജാറായിരുന്നല്ലോ, കുറേ ലോങ് വന്നല്ലോ കാസർഗോഡ്ന്നല്ലോ. അങ്ങനെ ഓരോട് 3 ആളുണ്ടായിരുന്നു. അസ്സലാമു അലൈക്കും, എന്ത് കഥ, സുഖന്നല്ല? ഞങ്ങൾ എന്താ അങ്ങ് പോയിട്ട് വരുന്ന ഇപ്പോൾ വരുന്ന ലേറ്റ് ആക്കിയാലോ, എന്ത് കഥ സാധനം വന്നിട്ടുണ്ട് അവിടെ, അത് കൊണ്ട് ബീം വരാം. ഇല്ല ലേറ്റാവില്ല, ബീം വരുന്ന. അങ്ങനെ ഓരോട് പറഞ്ഞിട്ട് വണ്ടി എല്ലാവരും തീർന്നു. അപ്പോൾ അങ്ങ് ഒറ്റ കാമ്പില്ല, പെട്ടെന്ന് നല്ല ഇതെന്ത് വണ്ടി ആട്ടം വെച്ചിട്ടുണ്ട് ഇവിടെ. തിരിക്കണ്ടേ, അങ്ങനെ തിരിക്കുന്നത്. ഇപ്പോൾ പക്ഷേ ആടക്കാട് റിവേഴ്സ് എടുക്കുന്നത്, അങ്ങനെ റിവേഴ്സ് സ്ഥലവും ഇല്ലല്ലോ അവിടെ. അങ്ങനെ ഒറ്റ മോശമില്ല. അപ്പോൾ പെട്ടെന്ന് പോയിട്ട് വരാം, സ്പീഡ് പോയിട്ട്. അപ്പോൾ ബാക്കിൽ അളിയനുണ്ടല്ലോ, അളിയനെ എടുത്തിട്ട് സ്പീഡ് പോകാൻ ഞങ്ങൾക്ക് ഒരു കംഫർട്ടബിൾ ആകുന്നില്ല, എന്തെങ്കിലും മനസ്സിനെന്തോ പേടിയാന്ന്. അപ്പോൾ ഒറ്റക്കാകുമ്പോൾ പ്രശ്നമില്ല, അടിച്ചിട്ട് പോയിട്ട് വരാമല്ലോ. അങ്ങനെ ഗൈസ് ഫൈനലി ഉപ്പള ടൗണിലേക്ക് എത്തി. ഇന്ന് സൺഡേ ട്രാഫിക് കുറവുണ്ടാവും വിചാരിക്കുന്നു. പോലീസ് എല്ലാം ഉണ്ട് ഇടുക, വണ്ടി എല്ലാം നോക്കിക്കൊണ്ട്. എൻ്റെ വണ്ടിയിൽ മിറർ ഇല്ല, മിറർ എടുത്തിന് ഇപ്പോൾ അതിന് വെച്ചിട്ടാണ് മിററും വെക്കണം. ഭയങ്കര ചെക്കിങ് ഉണ്ട് ഇപ്പോഴത്തല്ലോ, ഭയങ്കര ചെക്കിങ് ഇടാ. ട്രാഫിക് ഉണ്ട്, ചെറുങ്ങനെ ട്രാഫിക് ഉണ്ട് ഇവിടെ. റോഡിലും വെള്ളമുണ്ട് കൊണ്ടില്ല, സ്പീഡ് പോകാൻ കഴിയുന്നില്ല. എന്തെങ്കിലും ബൂണോയിട്ടല്ല, ബാക്ക് അതിൻ്റെ ഗാർഡ് എടുത്തിട്ടില്ല, ടയറിൻ്റെ മുകളിലേക്കുള്ള ഗാർഡ് എടുത്തില്ല, അത് എടുത്തിട്ടില്ല. ബാക്കിലിരുന്ന് നമുക്ക് ഫുള്ള് ചേർത്തിരിക്കുന്നത്. ബാക്കിലുള്ള അളിയനായതുകൊണ്ട് നമുക്ക് ചേർത്തിരിപ്പിക്കാൻ ശരിയാകുന്നില്ല. ചങ്ങായിമാരെ മോസിൽ അടിച്ചിട്ട് പോകുന്നു, ഫുള്ള് കുളിച്ചിട്ട് പ്രശ്നം വരുന്നില്ല. അങ്ങനെ അപ്പോൾ ഞങ്ങൾ നയ ബസാറിലേക്ക് എത്തി. നയ ബസാറിൽ കുറച്ച് ട്രാഫിക് ഉണ്ട്. അതാ ഫ്രണ്ടിലൊരു ബസ് പോകുന്നുണ്ട്, പ്രൈവറ്റ് ബസ്. അതിൽ എൻ്റെ ചെറിയ അളിയുണ്ട് ജമീലായിട്ട്, ഓൻ്റെ ഒരു ചങ്ങായിണ്ട്. അപ്പോൾ ഓന് ചിലപ്പോൾ സൺഡേ ഡ്രൈവറായിട്ട് വരുത്തുണ്ട് ഓന്. അപ്പോൾ ഓന് എന്ത് കഥ അറിയാല. അപ്പോൾ നോക്കാം, നോർമലായിട്ട് ഇതേ ബസ്സിലുണ്ടാന്ന് തോന്നി. ചെറുങ്ങനെ കണ്ട പോലെ ഉണ്ടാ എന്തൊക്കെ അതറിയല്ല. ഓന്നതാ ഇരുന്നിട്ട് ചാങ്ങി കൊണ്ടുണ്ട്. ഗൈസ് ഫൈനലി ഓൻ്റെ പൊറുക്കിത്ത് ഓൻ്റെ കണ്ട് ഓൻ്റെ പരിചയപ്പെട്ട് പിന്നെ ഒരു സാധനം ഉണ്ടായിന് കയ്യിൽ കൊടുത്ത് എൻ്റെ സാധനം വാങ്ങി അവിടുന്ന് മെല്ലെ അങ്ങ് എസ്കേപ്പായി നാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അവിടെ ചങ്ങന്മാർ വെയിറ്റ് ആയിക്കൊണ്ടല്ല. അങ്ങനെ പെട്ടെന്ന് അവിടെ വേണ്ടി വന്നിപ്പോൾ കുറേ വിഷയം പറയാൻ എന്തോ കഴിഞ്ഞിട്ട് അവനോട്. അപ്പോൾ പോയിട്ട് മുണ്ടിരാൻ വിചാരിച്ച, പക്ഷെ കുറേ വിഷയം പറയാൻ കഴിഞ്ഞിട്ട് എന്തെങ്കിലും പോകാനുള്ള കൊണ്ടില്ല. കുറേ ബൈദോയി 4 മണിക്ക് പോകാൻ വിചാരിച്ചത്, ഇപ്പോൾ 5:30 മണിയായി, 1.5 മണിക്കൂർ ഓൾറെഡി ലേറ്റ് ആയിട്ടുള്ളത്. അങ്ങനെ ഓരോ ടാറ്റ ബയലിട്ട് അവിടുന്ന് മെല്ലെ അങ്ങ് വണ്ടി തിരിച്ച് ഉപ്പളത്തേക്ക്. ഗൈസ് ഫൈനലി സാധനം ഇപ്പോൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്.
പിന്നെ ഞാൻ അൺബോക്സിങ്ങിൻ്റെ വീഡിയോ ഈ ചാനലിൽ നിങ്ങൾക്ക് കാണിച്ചു തരും ഗൈസ്. ഇപ്പോൾ സാധനം ഇപ്പോൾ ഇവിടെ ഉണ്ട്. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ അത് അൺബോക്സിങ് ആക്കാം. ഇപ്പോൾ ഞാനുള്ളത് പുറത്തുള്ളത് പെട്രോൾ പമ്പിൽ. അപ്പോൾ പൊരിക്കത്തിട്ടായിട്ട് അൺബോക്സിങ് ആക്കും. അപ്പോൾ അതിൻ്റെ വീഡിയോസ് കാര്യങ്ങളെല്ലാം ഞാൻ കാണിച്ചു തരും ഗൈസ്. ഫൈനലി അൺബോക്സിങ് ആകാൻ വേണ്ടിയിട്ട് കത്തി എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ. അപ്പോൾ ഞാൻ ആരെ പോകുന്ന വണ്ടി അൺബോക്സിങ് ആക്കാൻ വേണ്ടിയിട്ട് കത്തി എടുത്തോ ഗൈസ്. ഫൈനലി ഞാൻ അൺബോക്സിങ് ആക്കാൻ പോകുന്നില്ല. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും ഈ സാധനമാണ് 2-3 ദിവസം വൈറ്റ് ആയിക്കൊണ്ട് അതിനാ. അപ്പോൾ ഫൈനലി സാധനം എൻ്റെ കയ്യിലെത്തിയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇത് ഒന്നുകൂടി ആകുമ്പോൾ അൺബോക്സിങ് ആക്കാം. സാർ ഇപ്പോൾ എന്തായിരുന്നു ആക്കല്ലേ? സാർപ്പ് എന്നോട് പറഞ്ഞു എന്ത് ഷായി ബ്ലോഗ് ആക്കുന്നല്ലുണ്ട്, പക്ഷെ എന്താ വോയിസ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ എൻ്റെ അതിനോട് നമുക്ക് മനസ്സിലായി സംഭവം എന്ത് കഥയിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ സാധനം അയച്ചു തന്നില്ല. അപ്പോൾ ഞാൻ അൺബോക്സിങ് ആക്കുന്നത് നിങ്ങൾ കാണിച്ചു തരുന്നത്. ബാ ഫൈനലി ആ ബോക്സ് കണ്ടു കഴിച്ചു. ഇപ്പോൾ ഞാൻ ഇതിൽ ബില്ലുണ്ട് കഴിച്ചു. ഇപ്പോൾ ഇത് UAE സാധനം ഇതാ. അടുത്ത ഒരു ബില്ല് ഈ സാധനം. പിന്നെ വേറെ നോക്കാം എന്തുള്ളതെന്ന്. ബോക്സ് ഇപ്പോൾ ഓപ്പൺ ആക്കാൻ പോകുന്നുണ്ട് കഴിച്ചു. ഇപ്പോൾ മുജി എന്ത് കഥ? ചായ അടിച്ചോണ്ടില്ല ഫുള്ളെല്ലാം ചായ കുടിച്ചോണ്ടിടാ. എൻ്റെ വക പാട്ടി എല്ലാവർക്കും. ഗൈസ് ഫൈനലി ഈ സാധനമാണ് എന്ത് ഹോളി ലാൻഡ് സാധനം ലാർക്ക് M2 അതാ. ഇതിൽ രണ്ടുണ്ട് സാധനം. എന്താ പറയുക, ഐഫോണിലേക്ക് യൂസ് ആക്കാം, ആൻഡ്രോയിഡിൽ യൂസ് ചെയ്യാം. അപ്പൊ 2 മൈക്കും വരുന്നുണ്ട്. മൈക്ക് ഒന്നും ലൈറ്റിംഗ് ഉണ്ടല്ലോ, രണ്ടുണ്ട് ഇതാ. അപ്പോൾ അൺബോക്സ് ആക്കാല്ല. അപ്പോൾ റെഡി അല്ല? നോക്കാൻ വേണ്ടി ഓപ്പൺ ആക്കുന്നു. എത്ര കട്ടൊക്കെ ഉണ്ടാവും ഓപ്പൺ ആക്കുന്നേ? അങ്ങനല്ല, സൈഡ് കട്ടാക്കാണ്ട് ഇങ്ങനെ ഉന്തിരാ. അതുമല്ല അല്ല ഇത് തുറക്കാൻ വേണ്ടിട്ട് കാണുന്നില്ല. എടുത്ത് ബെൽറ്റ് നമുക്ക് കയറിയിട്ട് പോയി നോക്കിയാ. അപ്പോൾ ഫൈനലി ആളി ഞാൻ കാണിച്ചു തന്നതാ. ഈ സ്റ്റിക്കർ ഇങ്ങനെ ബെൽറ്റ് എടുക്കുക, എന്നിട്ട് ഇങ്ങനെ ഓപ്പൺ ആക്കി. ഗായ്സ് ഫൈനലി നോക്കാം എന്തുള്ളതെന്ന്. ഫസ്റ്റ് കിട്ടുന്നുള്ളത് ഒരു വാറന്റി കാർഡ് എല്ലാം ഉണ്ട് ഇതില്. പിന്നെ എമോജി കാർഡ്, വാറന്റി കാർഡ് എല്ലാം ഉണ്ട് ഇതില്. പിന്നെ ഇപ്പോൾ ഇത് തൽക്കാലം സൈഡിൽ മാറ്റിയേക്കാം. പിന്നെ ഉള്ളത് നമ്മളൊരു കിറ്റ് ഗായ്സ്. ഇത് കാണുന്നുണ്ടാക്കിയ ഫൈനലി ഇതേ സാധനം അൺബോക്സിങ് ആക്കി. അപ്പോൾ നിങ്ങൾ കാണുന്നുള്ളത് നോക്കിയ ഗായ്സ്. ഈ സാധനത്തിനെ പോയിടാൻ വേണ്ട. ഇതാണ് 2 മൈക്ക്. 2 മൈക്ക് ഉണ്ട്. പിന്നെ ഇത് എന്തിനാ സ്പീക്കർ അല്ല, 2 സ്പീക്കർ വരുന്നുണ്ട്. 2 മൈക്ക് അല്ല. പിന്നെ ഇത് വയർലെസ് മറ്റേ ഹോളിലാൻഡ് കുന്ത്രാണോ ഇതെന്താ അറിയാലോ, അല്ല യൂട്യൂബ് നോക്കിയിട്ടാണ് കണക്ട് ആക്കാനുള്ള. പിന്നെ വേറെ ഒരു സാധനം ഉള്ളത് ഇതാണ് കണക്ട് ആക്കുന്നത്. കണക്ടർ ഉണ്ട് ഇതില്. ഇത് ഇത് C കണക്ടർ, ഇത് ലൈറ്റ്നിങ് ഐഫോണിലേക്ക് ഉള്ളല്ലേ. പിന്നെ ഇതിൽ പിന്നെ ഒരു പ്രത്യേകത എന്താ പറയുക, ഇപ്പൊ നമ്മൾ ഫോണിലേക്ക് കുത്തിയിട്ടാകുമ്പില്ല, ഞാൻ കാണിച്ച ഫോണിൽ കുത്തിയിട്ടാകുമ്പോ ഇപ്പൊ ചാർജ് കുത്താൻ വേണ്ടാന്നില്ല. അത് എനിക്ക് വേണ്ടിയിട്ടില്ല, സൈഡിൽ തന്നെ ചാർജ് കുത്താൻ ഡയറക്റ്റ് ഫോണിലേക്ക് തന്നെ ചാർജിങ് അതുകൊണ്ട് അതൊരു കോണുണ്ട് നമുക്ക്. പിന്നെ വേറെ എന്താ ഇതില് മാലെല്ലാം ഉണ്ടായല്ലോ. ഇല്ലതാ യൂട്യൂബിൽ വേണ്ടി മാലെല്ലാം ഉള്ളത്. ഫൈനലി ഇതാ മാല ഉണ്ട് ഗൈസ്. അതിന്റെ കിറ്റുണ്ട്. അത് കിറ്റ് എന്തുള്ള അറിയാലോ, അങ്ങനെ തുറന്നു നോക്കാം എന്തുള്ളേന്ന്. ഇപ്പൊ കുറച്ചോ എന്തെല്ലോ സാധനം ഉണ്ട് ഇതിന്റെ ഉള്ളില്. ഓരോന്നായിട്ട് സീറിനി ഉണ്ടെന്ന് തോന്നുന്നു ഇതിന്റെ ഉള്ളിൽ. കവറിടെ മാറ്റി വെച്ച് അതിന്റെ ചാർജിങ് കേബിൾ ഉണ്ട്. പിന്നെ ഇത് എന്തിനുള്ള ഇത് മൈക്കിലേക്കുള്ള പിന്നെ ഒന്ന് വേറെ എന്തോ സാധനം. അതിന്റെ ഒക്കെ 2 മാഗ്നറ്റും വരുന്നുണ്ട്. ഇതാ ഈ മാഗ്നറ്റ് യൂസ് ചെയ്യുന്ന എന്താ പറയുക, ഒന്ന് ക്ലിപ്പായിട്ട് യൂസ് ആക്കാം, പിന്നെ ഒന്ന് അറ്റാച്ച് ആയിട്ട് മാഗ്നറ്റ് അറ്റാച്ച് ആയിട്ട് അതും യൂസ് ആക്കാം. ഇത് ചിലപ്പോൾ പിടിച്ച് ഞാൻ തോന്നുന്നു. അപ്പോൾ ആ സാധനം മാറ്റി വെച്ച് പിന്നെ വേറെ എന്താ വേറൊരു നമുക്കില്ല വ്ളോഗ് ആക്കുമ്പോൾ ഇപ്പോൾ മൈക്കെല്ലാം കാണുന്നല്ലോ, ഫ്രണ്ട് വെച്ചിട്ടാകുമ്പോൾ മൈക്കെല്ലാം ഓപ്പൺ ആയിട്ട് കാണും. അതിലേക്കുള്ളൊരു
മാഗ്നറ്റിൻ്റെ ഒരു മാലുണ്ട്. ആ മാല നമുക്ക് ഉള്ളിൽ കെട്ടിയിട്ടായിട്ട് അതിൽ തന്നെ അറ്റാച്ച് ആക്കിയിട്ട് വെക്കാം. അപ്പോൾ കാണാനൊന്നുമില്ല. അപ്പോൾ വോയിസ് നല്ല ക്ലിയർ ആയിട്ട് കേൾക്കും. ഈ സാധനമാണ് അതിൻ്റെ മാഗ്നറ്റിക്കുള്ള വയർ. അതെങ്ങനെ യൂസ് ആക്കേണ്ടതെന്ന് ഞാൻ എല്ലാ നെക്സ്റ്റ് വീഡിയോയിൽ കാണിച്ചു തരും ഗൈസ്. പിന്നെ അതിൻ്റെ 2 കോട്ടലുണ്ട് ജസ്റ്റ് ലെൻസ് എല്ലാം ക്ലീൻ ആക്കാനും അതിലേക്കുള്ള. ഇപ്പോൾ സാറി ചെക്കാക്കാൻ വേണ്ടിയില്ല കുറച്ച് ഡിസ്റ്റൻസ് ലോങ് ആക്കിയിട്ട് പോകുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട് നോക്കാം. പിന്നെ അതിൽ നോയ്സ് കളക്ഷൻസ് ഉണ്ട്. പക്ഷേ നോയ്സ് ക്യാൻസലേഷൻ ഉണ്ട്. അതുകൊണ്ട് ഞാൻ അവിടെ പ്രസ് ആക്കിയിട്ട് നോയ്സ് കളക്ഷൻ വോയിസ് എങ്ങനെയുണ്ട് ഇത് കാണിച്ചു തരും. ഞാൻ ലോങ് പോകുമ്പോൾ 3x ആക്കിയാൽ മതി. ഓക്കെ ഗൈസ്, അങ്ങനെ ഇപ്പോൾ ഞാൻ നടന്നിട്ട് പോകുന്നില്ല. സർപ്പു പിന്നെ ഇല്ല മുജെല്ലാം അവിടെ നിന്നിട്ടില്ല. ഇപ്പോൾ ഞാനിപ്പോൾ ഏകദേശം 100 മീറ്റേഴ്സ് ഒരു ഡിസ്റ്റൻസ് വന്നുകൊണ്ട് ഇടുക്കെത്തി കേൾക്കുന്നുണ്ടോ നോക്കിയാൽ. ഞാൻ കുറേ ലോങ് വന്ന് സർപ്പും മുജിയെല്ലാം കുറേ ഡിസ്റ്റൻസ് ഉണ്ട് അവിടെ. ഇപ്പോൾ ഇതിൻ്റെ വോയിസ് എങ്ങനെ ക്ലിയർ കിട്ടുന്ന അറിയാലോ. ഞാൻ കുറച്ചില്ല നോയ്സ് ക്യാൻസലേഷൻ ചെക്കാക്കാം. അപ്പോൾ ഗ്രീൻ ലൈറ്റ് എത്തി. അപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ഉണ്ടാ എന്തൊക്കെ അതറിയാലോ. അപ്പോൾ നോക്കട്ടെ ഇൻഷാല്ല. അവർ നോക്കുന്നുണ്ട് എന്നെ. സർപ്പ് കാണുന്ന സർപ്പുണ്ട് മുജിയുണ്ട് എല്ലാവരും ഉണ്ട് അവിടെ. അപ്പോൾ ഞാൻ എൻ്റെ വോയിസ് എങ്ങനെ ക്ലിയർ ഉണ്ടാ ഇല്ലേ നോക്കിയിട്ട് ഒന്നുകൂടി അതിൽ ചെക്ക് ചെയ്യാം. പിന്നെ കുറച്ച് വീഡിയോസ് എല്ലാം അല്ലേ ഞാൻ കീഴിൽ തന്നെ എടുത്തിട്ട് ഇപ്പോൾ ചെക്കാക്കണ്ട. പക്ഷേ ഒന്നുകൂടി ഞാൻ അതിൻ്റെ ഇതെങ്ങനെ യൂസ് ആക്കേണ്ടല്ലോ പറഞ്ഞു തരും നിങ്ങൾക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ റിട്ടേൺ നടന്നിട്ട് സർപ്പിനടുത്തേക്ക് തന്നെ നടന്നിട്ട് വന്നുകൊണ്ടിപ്പോൾ എൻ്റെ കുറേ കിറ്റെല്ലാം ഉണ്ട് ഇതിൽ. അപ്പോൾ ഞങ്ങൾക്ക് മാഗ്നറ്റിങ് ആക്കാനുള്ളത് ജസ്റ്റ് ചെക്കാക്കാൻ വേണ്ടി കയ്യിൽ പിടിച്ചുള്ളൂ. ഇപ്പോൾ ഞാൻ ഫൈനലി സർപ്പിൻ്റെ അടുത്തേക്ക് എത്തിയതാണ് ഗൈസ്. ഫൈനലി ലാർക്ക് M2ൻ്റെ ഒരു വയർലെസ് മൈക്ക് ഉണ്ടായിന്. അപ്പോൾ അതിൻ്റെ അൺബോക്സിങ്ങിൻ്റെ എല്ലാം കഴിഞ്ഞ്. അപ്പോൾ അൺബോക്സിങ്ങിൻ്റെ എല്ലാം വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ വീഡിയോസ് ഈ ചാനലിൽ ഞാൻ കാണിച്ചു തരും. അപ്പോൾ അൺബോക്സിങ് ആക്കുമ്പോൾ ചങ്ങന്മാരുള്ള കൊണ്ടില്ല ഓരൊക്കെ തന്നെ ചെക്കാക്കാൻ കഴിഞ്ഞു. എങ്ങനെ ഒരു ഡിസ്റ്റൻസിൽ എങ്ങനെ വോയിസ് കിട്ടുന്നല്ലോ ചെക്കാക്കി. പിന്നെ അൺബോക്സിങ്ങിൻ്റെ വീഡിയോ എല്ലാം ചങ്ങന്മാർ എൻ്റെ ഫോണിൽ തന്നെ എടുത്തിന് ഇപ്പോൾ ഇവിടെ. അതുകൊണ്ട് ഈ വ്ളോഗ് ഞാൻ എടുക്കാൻ സ്റ്റോപ്പ് ചെയ്യുന്നത്. സേഫ് റൈഡ് ബി ഹാർഡ് സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.